യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കിയിട്ട് 2 മാസമാവുകയാണ്. നിയമസഭ ചേരുന്ന സമയമായിട്ട് പോലും ഏതെങ്കിലും സമരം നയിക്കാനുള്ള ചർച്ചകൾക്ക് പോലും ഈ ഗ്രൂപ്പിൽ സാധ്യതയേയില്ല. സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാനുള്ള നടപടികളും ഇഴയുകയാണ്. ലൈംഗികാരോപണ വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തൽസ്ഥാനത്തു നിന്ന് നീക്കിയത് ഓഗസ്റ്റ് 21-ന്. തൊട്ടുപിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോര് തുടങ്ങി. രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിയതാണെന്നും ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒരു കൂട്ടർ. ഗ്രൂപ്പിലെ പോര് മാധ്യമവാർത്തയായതോടെ പോസ്റ്റ് ഇട്ടവർ അത് ഡിലീറ്റ് ചെയ്തു. പിന്നാലെ ദേശീയ നേതൃത്വം ഗ്രൂപ്പ് അഡ്മിൻ ഒൺലിയാക്കി. അതിനുശേഷം ഗ്രൂപ്പിൽ വന്ന ആകെ ഒരു പോസ്റ്റ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ളത്. നിയമസഭ ചേർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനേറ്റ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ കത്തിക്കയറി. 2 MLA സത്യഗ്രഹ സമരം ചെയ്തു. KSU സംസ്ഥാന കമ്മിറ്റി നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിന് അനക്കമേയില്ല. സംസ്ഥാന കമ്മിറ്റിയുടെ സമരം ആര് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കൺഫ്യൂഷൻ. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്ന 2 പേരടക്കം 5 സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, 60-ലധികം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, അങ്ങനെ 183 ഭാരവാഹികളുള്ള സംസ്ഥാന കമ്മിറ്റിക്കാണ് സർക്കാരിനെതിരെ ഒരു സമരം പോലും നടത്താനാകാതെ പോകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനാകാതെ ദേശീയ നേതൃത്വവും പരുങ്ങലിലാണ്. ആരെ സംസ്ഥാന അധ്യക്ഷനാക്കിയാലും ഒരു പിടി രാജി ഉറപ്പ്. നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി, OJ ജനീഷ്, സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ സാമുദായിക ഘടകങ്ങളാണ് തടസ്സം. ചില മുതിർന്ന നേതാക്കളുടെ ഈ അഭിപ്രായം അബിനെ വെട്ടാനുള്ള കരുവാണ്. മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷനായ OJ ജനീഷിന് ഷാഫി, രാഹുൽ പക്ഷത്തിന്റെ പിന്തുണയുണ്ട്. എന്നാൽ മുതിർന്ന പല നേതാക്കൾക്കും ഈ നീക്കത്തോട് എതിർപ്പാണ്. സംഘടനയ്ക്ക് പുറത്തു നിന്നുള്ള KM അഭിജിത്തിനെ കൊണ്ടുവരണമെന്ന് ഗ്രൂപ്പിലെ ഒരു വിഭാഗം ശഠിക്കുന്നുണ്ട്. എന്നാൽ കോഴിക്കോട് നിന്ന് തന്നെ എതിരഭിപ്രായവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാതെയുള്ള ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കേണ്ട എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഭൂരിഭാഗത്തിന്റെയും വികാരം. പരിഗണനയിലുള്ള KC പക്ഷക്കാരനായ ബിനു ചുള്ളിയിലിന് പ്രായം ഒരു പ്രശ്നമാണ്. മാത്രവുമല്ല, ബിനുവിനെ കൊണ്ടുവന്നാൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ രാജിയും തുടങ്ങും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ OLX-ൽ തപ്പണമെന്ന് പറഞ്ഞ് പോസ്റ്റിട്ട സംഘടനയ്ക്കാണ് ഈ ഗതികേട്. സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ ഇതുവരെ ആയിട്ടും സാധിച്ചില്ല. ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി ഏതാണ്ട് യൂത്ത് കോൺഗ്രസും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പും. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾക്കോ ഒക്കെ ഇതിന്റെ ചാർജ് കൊടുത്ത് ആ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ഉത്തേജിപ്പിക്കണം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.